ആദരണീയരായ ആചാര്യ ശ്രേഷ്ഠന്മാരെ, ഹൈന്ദവ നേതാക്കളെ, ഇവിടെ സദസ്സിൽ ഉപസ്ഥിതരായിരിക്കുന്ന ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളെ, ഭക്തജനങ്ങളെ, നമസ്കാരം. ഇന്ന് കേരളത്തിൻ്റെ ആധ്യാത്മിക മുന്നേറ്റത്തിൻ്റെ ചരിത്രത്തിൽ, നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാകാവുന്ന സുദിനത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. പന്തളം എന്ന് പറയുന്നത് കേവലം ഒരു സ്ഥലനാമം മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിൽ കലിയുഗ വരദനായ അയ്യപ്പൻ്റെ നാമത്തോടൊപ്പം ഒരു പവിത്ര സ്ഥലിയായി, വിശുദ്ധിയുടെ മൂർത്തിമത് ഭാവമായ ഒരു നാടിൻ്റെ പേരായി ഭക്തജനങ്ങൾ ആദരവോടുകൂടി ഓർക്കുന്ന ഒരു സ്ഥലമാണ് പന്തളം. നമ്മുടെ വിശ്വാസമനുസരിച്ച് ഈ പുണ്യസ്ഥലിയായിട്ടുള്ള പന്തളത്തിലൂടെയാണ് നമ്മുടെ എല്ലാവരുടെയും ആരാധനാമൂർത്തിയായിട്ടുള്ള സാക്ഷാൽ അയ്യപ്പൻ തൻ്റെ പിഞ്ചിളം പാദം ചവിട്ടി സഞ്ചരിച്ചിട്ടുള്ളത്. അവിടുത്തെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂതമായ ഓരോ തരി മണ്ണും പവിത്രമാണെന്ന് കരുതുന്ന വിശ്വാസമാണ് നമുക്ക് ഈ നാടിനെക്കുറിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ ജന്മഭൂമിയിൽ ഒന്ന് വരിക, ഇവിടുത്തെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുക, പിതൃസ്ഥാനീയരായിട്ടുള്ള ഇവിടുത്തെ രാജകുടുംബത്തെ ഒന്ന് കാണുക എന്നൊക്കെ പറയുന്നത് ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികളുടെ ഒരു തീവ്രമായ അഭിലാഷമാണ്. അങ്ങനെയുള്ള ഈ ഒരു പുണ്യഭൂമിയിൽ വച്ചാണ് കാനനവാസനായി അയ്യപ്പൻ പ്രതിഷ്ഠിതനായിരിക്കുന്ന ശബരിമലയുടെ ആ ശബരിമല ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഇന്നത്തെ പ്രത്യേകമായ സവിശേഷമായ സാഹചര്യത്തിൽ ഇതുപോലൊരു മഹാസമ്മേളനം നടക്കുന്നത് വളരെ ഹ്രസ്വമായ ഒരറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. പതിനായിരങ്ങൾ ഇപ്പോൾ ഈ സമ്മേളന നഗരിയിലേക്ക് തിങ്ങി നിറഞ്ഞ് കവിഞ്ഞ് ഈ പന്തളത്തിൻ്റെ രാജപാതയിലെമ്പാടും പൂഴി വാരിയിട്ടാൽ താഴെ വീഴാത്ത പുരുഷാരമായി തമ്പടിച്ചിരിക്കുന്നത്. രണ്ടായിരത്തി നമ്മുടെ സനാതനധർമ്മത്തെയും ഹിന്ദുവിശ്വാസത്തെയും ഹൈന്ദവ ബിംബങ്ങളെയും നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങളെയുമെല്ലാം തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ നാട്ടിലെ നിർമ്മത നിരീശ്വര പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ ഈ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്ന, അവരുടെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന പ്രത്യയശാസ്ത്രത്തിന് തന്നെ ഭീഷണിയായി മാറിയ
അതിനെയെല്ലാം തകർത്ത് തരിപ്പണമാക്കിയ അയ്യപ്പ വിശ്വാസത്തെ ഇല്ലാതാക്കുക എന്ന നിഗൂഢമായ ലക്ഷ്യം വെച്ചുകൊണ്ട് കിട്ടിയ ഒരവസരം എന്നുള്ള നിലക്ക് സുപ്രീം കോടതിയിൽ ചിലർ നൽകിയ ഒരു കേസിൽ ആ സമയത്ത് ഭരണത്തിലുണ്ടായിരുന്ന CPM പാർട്ടി, പിണറായി ഗവൺമെന്റ്, അവരുടെ പിണിയാളുകളായി ദേവസ്വം ഭരിച്ചിരുന്ന പാർട്ടി നേതാക്കന്മാർ അവരെല്ലാം ചേർന്നുകൊണ്ട് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തണം എന്നാണ് കേരള സർക്കാരിൻ്റെ ഉറച്ച നിലപാട് എന്നും ആ നിലപാടിന് അനുപൂരകമായി രാഷ്ട്രീയ യജമാനന്മാരുടെ തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് തങ്ങളുടെയും ഉറച്ച നിലപാട് ശബരിമല ക്ഷേത്രത്തിൽ യുവതികൾ പ്രവേശിച്ച് ആചാരലംഘനം നടത്തണം എന്നാണ്. ആ ക്ഷേത്രത്തിൻ്റെ പൗരാണികമായ പാവനമായ ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന വിശ്വാസത്തെ തകർക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് എന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. അതേ തുടർന്ന് അവർ ചോദിച്ചു വാങ്ങിയ ഒരു വിധി കോടിക്കണക്കിനായ ഭക്തജനങ്ങളുടെ മനസ്സിൽ ഇടുത്തിയായി പെയ്തിറങ്ങിയതിൻ്റെ പരിണതഫലമായാണ് ഏതാനും ദിവസങ്ങൾക്കകം ഒക്ടോബർ മാസം 2-ാം തീയതി ആ വിധി തിരുത്തി കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട്, തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, ആ വിധി നടപ്പാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കു വേണ്ടിയാണ് ഈ വിധി ചോദിച്ചത് എന്ന സർക്കാരിൻ്റെ അവകാശവാദം ഇവിടുത്തെ യുവതികളും സ്ത്രീകൾക്കും വേണ്ടിയാണ്, ഞങ്ങൾ നവോത്ഥാനത്തിന് വേണ്ടിയാണ്, സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയാണ്, സമത്വത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തത് എന്നു പറഞ്ഞ അതേ പിണറായി സർക്കാരിന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് പന്തളത്തെ 10,000-കണക്കിന് വരുന്ന അമ്മമാർ, സഹോദരിമാർ ഈ പന്തളത്തിന്റെ തെരുവീഥിയിലൂടെ കടലമാലകളെ പോലെ അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് കീർത്തിച്ചുകൊണ്ടുള്ള നാമജപയാത്ര നടത്തിയത്. ആ ജപയാത്രയുടെ ദൃശ്യം കൊണ്ട് രോമാഞ്ചകഞ്ചുകമണിഞ്ഞ് ഈ നാട്ടിലെമ്പാടുമുള്ള ഭക്തജനങ്ങൾ, കേരളം മുഴുവനും പടർന്നു കയറിയ ആ വികാരം, ആ ആവേശം ലോകത്തെമ്പാടും അത് പടർന്നു കയറിയപ്പോഴാണ് മാസങ്ങൾ നീണ്ടുനിന്ന പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും സമര പോരാട്ടങ്ങളുടെയുമെല്ലാം ഭാഗമായി ഇവിടെ നിന്നുയർന്ന ശബരീശന്റെ ശരണകീർത്തനങ്ങളുടെയും അയ്യപ്പ ഘോഷത്തിന്റെയും ശബ്ദം നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ആ ഭരണഘടനാ ബെഞ്ചിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ കർണങ്ങളിൽ പോലും എത്തത്തക്ക രീതിയിലുള്ള അത്യുഗ്രൻ, അത്യുജ്വല പ്രതിരോധം ഈ സംസ്ഥാനത്ത് ഉയർന്നു വന്നപ്പോഴാണ് നമുക്കെല്ലാവർക്കും ആശ്വാസദായകമായ, നമ്മളെല്ലാം ആഗ്രഹിച്ച, കാത്തു കൊതിച്ച ആ തീരുമാനം അവസാനം സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ആ കാര്യം, വിധി പറഞ്ഞ ഒരു ബെഞ്ച് തന്നെ ആ വിധി നടപ്പാക്കുന്നത് മാറ്റിവെച്ച് വിശാലമായ ഒരു ബെഞ്ചിലേക്ക് വിട്ട അത്യപൂർവമായ ഒരു സാഹചര്യം സാക്ഷാൽ അയ്യപ്പന്റെ കൃപ കൊണ്ട്, കടാക്ഷം കൊണ്ട്, അനുഗ്രഹ വർഷം കൊണ്ട് നമുക്കെല്ലാവർക്കും നേടാനായത് എന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട്, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, ഭരണകൂടത്തിന്റെ സർവ്വ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ തെരുവിലിറങ്ങിയ നാമജപം നടത്തിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ അയ്യപ്പ ഭക്തന്മാരെ ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും തൊട്ട് കാനനപാത മുതൽ ശരണപാതയ്ക്കപ്പുറത്തേക്ക് ശബരീശന്റെ തിരുസന്നിധിയിൽ വരെ, ശബരിമല ക്ഷേത്രത്തിന്റെ
തിരുസങ്കേതത്തിൽ വരെ നാമജപം നടത്തിയ ആളുകളെ അതിക്രൂരമായി മർദ്ദിച്ച് പിടിച്ച് ജയിലടച്ച് എല്ലാ തരത്തിലുള്ള പീഡനമുറകളും അടിച്ചേൽപ്പിച്ച് അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണകൂട ഭീകരത ഈ നാട്ടിൽ അടിച്ചേൽപ്പിച്ച ആ ഒരു സാഹചര്യം, ആ സാഹചര്യത്തിലാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ മന്ത്രിമാരും അന്നത്തെ നേതാക്കന്മാരുമെല്ലാം വളരെ വളരെ പരിഹാസപൂർവം ഇവിടുത്തെ ഭക്തജനങ്ങളെ, നാമജപത്തെ, ഭക്തജനങ്ങളുടെ ആവശ്യങ്ങളെയെല്ലാം ആക്ഷേപിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട്, അവഹേളിച്ചുകൊണ്ട് രംഗത്ത് വന്ന് വലിയ നവോത്ഥാന നായകന്മാരാകാൻ വേഷം കെട്ടി, ചട്ടം കെട്ടി അങ്ങനെ നിന്ന സന്ദർഭത്തിലാണ് സുപ്രീം കോടതിയുടെ ആ വിധി ഉണ്ടായത്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഭരണകൂടത്തെ, സർവസന്നാഹവുമായി വന്ന ഒരു ഭരണകൂടത്തെ, ഭീകരതയുമായി വന്ന ഒരു ഭരണകൂടത്തെ CPM പോലുള്ള ഒരു പാർട്ടി അതിന്റെ സർവശക്തിയും എടുത്ത് പല്ലും നഖവും ഉപയോഗിച്ച് ക്രൗര്യദംഷ്ട്രകളെല്ലാം പുറത്തെടുത്ത് മുന്നോട്ട് വന്ന ഒരു സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആലംബവും ഇല്ലാതെ, ഒരു തരത്തിലുള്ള സഹായവുമില്ലാതെ ഭക്തജനങ്ങൾ ഉള്ളൊരുകി നെഞ്ചു പൊട്ടി വിളിച്ച ശരണമന്ത്രഘോഷത്തിന്റെ സഹായം കൊണ്ട് മാത്രം അതിനെ ചെറുത്തു തോൽപ്പിച്ചത് എന്ന ചരിത്രം ആ ഉജ്ജ്വലമായ സമര പോരാട്ടത്തിനുണ്ട്. അവസാനം അവർക്ക് കൊമ്പ് കുത്തേണ്ടി വന്നു, അവർക്ക് മുട്ടും മടക്കേണ്ടി വന്നു. സുപ്രീം കോടതി വിധി അവർക്ക് വലിയ തിരിച്ചടിയായി മാറി. ജനങ്ങൾ അവരെ വെറുത്തു, ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തി. ഇവിടെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ജന്തുക്കളാണെന്നും ഹിന്ദുക്കൾക്കെതിരെ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ലെന്നും, ഹിന്ദു എന്ന് പറയുന്ന വഴിയിൽ കെട്ടിയ ചണ്ടയാണെന്നും, ഹിന്ദു എന്ന് പറയുന്നത് റോഡിൽ കാണുന്ന ഏത് പാർട്ടിക്കും പിൻകാലുമൊക്കെ മൂത്രമൊഴിക്കാനുള്ള സർവേ കല്ലാണ് നമുക്ക് ധരിച്ചു വശായിരുന്ന ഇവിടത്തെ ഉദരംഭരികളായ രാഷ്ട്രീയക്കാർക്ക് അവർക്ക് അവരുടെ നിലപാട് തിരുത്തേണ്ടി വന്ന, തിരിച്ചറിവുണ്ടാകേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ആ സുപ്രീം കോടതി വിധിയോടുകൂടിയും ആ പ്രതിരോധത്തോടുകൂടിയും ഉണ്ടായത്. പിന്നീട് അവര് പറഞ്ഞു, ആളുകളടുത്ത് വന്ന് പറഞ്ഞു, വീടുകളിൽ വന്ന് പറഞ്ഞു, അമ്മമാരോടും ഭക്തജനങ്ങളോടും സഹോദരിമാരോടും പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ ഇനി ആവർത്തിക്കില്ല, അതുകൊണ്ട് ഞങ്ങളോട് പൊറുക്കണം എന്നൊക്കെ സമ്മേളനവും പാർട്ടി കോൺഗ്രസും എല്ലാം ചേർന്ന് തീരുമാനിച്ച് പറഞ്ഞ സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. അതിനെല്ലാം ശേഷം ഇപ്പോൾ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു സൂക്കേടുണ്ട്, എന്ത് കിട്ടിയാലും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മറന്നു. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും വിസ്മൃതിയിലേക്ക് മെല്ലെ മറഞ്ഞു പോയിരുന്ന ആ ഭൂതകാലത്തിലെ ദുരന്തപൂർണമായ സാഹചര്യം അതങ്ങനെ മറന്നുകൂടാ. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ കത്തിക്കാളണം, അതങ്ങനെ ആളിക്കത്തി നിൽക്കണം എന്ന അയ്യപ്പ നിയോഗം പോലെ നമ്മുടെ കേരളത്തിലെ പിണറായി സർക്കാരിനും ദേവസ്വം ബോർഡിനെല്ലാം ഒരു സൽബുദ്ധി ഉദിക്കുകയും അങ്ങനെ അവര് പമ്പയിൽ വെച്ച് അഖില ലോക ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ തീരുമാനമെടുക്കുക മാത്രമല്ല, അവര് ആ തീരുമാനത്തിന്റെ കൂടെ കുറച്ച് തീരുമാനങ്ങൾ കൂടി എടുത്തു. ആ അയ്യപ്പ സംഗമത്തിൽ യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളെ ആരെയും വിളിക്കുന്നില്ല. ഇവിടുത്തെ ഒരൊറ്റ കാവ്യ വസ്ത്രം ധരിച്ച സന്യാസിമാരെയും അതിലേക്ക് വിളിക്കുന്നില്ല. ആധ്യാത്മിക ആചാര്യന്മാരെ ആരെയും അതിലേക്ക് വിളിക്കുന്നില്ല. കഴിഞ്ഞ 100 വർഷമായി ഈ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 19 വർഷത്തിലധികമായി ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി
ഈ സമൂഹത്തിനെതിരായി നേരിടുന്ന വെല്ലുവിളികളെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് സന്നദ്ധ സംഘടനകളുണ്ട്, ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുണ്ട്. ഇവിടെ ശ്രീരാമകൃഷ്ണ മിഷനുണ്ട്, ചിന്മയ മിഷനുണ്ട്, അമൃതാനന്ദ മിഷനുണ്ട്, അതുപോലെ ശ്രീരാമദാസ് മിഷനെ പോലുള്ള നിരവധി ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ നിരവധി മഠങ്ങളുണ്ട്, ആധ്യാത്മിക ആചാര്യന്മാരുണ്ട്. അവരെ ഒരാളെ പോലും ആ സമ്മേളനത്തിലേക്ക് വിളിക്കുന്നില്ല എന്ന് അവർ തീരുമാനിച്ചു. ഹൈന്ദവ സംഘടനകളെ ആരെയും ആ സമ്മേളനത്തിലേക്ക് വിളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ഭക്തസമ്മേളനം നടത്താൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് പമ്പയിൽ ഒരു ഭക്തസമ്മേളനം നടത്തുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടായത്. അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അവര് കേരളത്തിലെ ദേവസ്വം മന്ത്രി ചെന്നൈയിൽ പോയി വിശിഷ്ടാതിഥിയായ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതാരെ എന്ന വാർത്ത പുറത്തു വന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയും ബഹുമാനപ്പെട്ട പിണറായി വിജയനും ഇതൊക്കെ ഉത്തരവ് പ്രകടിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിശേഷണം പറയുന്നത് എന്ന് ദയവായി നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെ ഈ ബഹുമാനപ്പെട്ടവരെല്ലാം ചേർന്ന് എടുത്ത ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിൽ ചെന്ന് പ്രഖ്യാപിത നിരീശ്വരവാദിയും അറിയപ്പെടുന്ന ഹിന്ദു വിരോധിയും സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന കൂള സംഘത്തിന്റെ തമിഴ്നാട്ടിലെ നായകനുമായ MK സ്റ്റാലിനെയാണ് ഈ അയ്യപ്പ ഭക്ത സമ്മേളനം എന്ന് പറയുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് എന്ന വാർത്ത പുറത്തു വന്നതുകൊണ്ടാണ്, അത്തരമൊരു തീരുമാനം അവരെടുത്തുകൊണ്ടാണ്, അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കടലാലമാലകളെ പോലെ ഇവിടെ ഇരമ്പിയാർത്തു വന്നിരിക്കുന്ന 10,000-കണക്കിന് ആളുകൾ ഇവിടെ ഇപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് മേക്കിട്ട് കയറാൻ, നിങ്ങൾക്ക് ചവിട്ട് തെറിപ്പിക്കാൻ, നിങ്ങൾക്ക് ആക്ഷേപിക്കാൻ, അപമാനിക്കാൻ, ഹിന്ദുവിന്റെ ആത്മാഭിമാനത്തെ വിട്ടുതരാൻ തയ്യാറുള്ള അയ്യപ്പ വിശ്വാസത്തെ നിങ്ങൾക്ക് ചവിട്ടിക്കളിക്കാനുള്ളതല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശബരിമല ക്ഷേത്രത്തെ, ആചാരങ്ങളെ, വിശ്വാസങ്ങളെ അതിനെ വീണ്ടും പിച്ച് ചീന്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കാൻ, കാട്ടുകീട വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ജനാവലി ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ ജനാവലി ഇവിടെ എത്തിയത് ആരെയെങ്കിലും പേടിച്ചല്ല, ഏതെങ്കിലും ഭരണകൂടത്തിന്റെ പിപ്പിരി കാണിച്ച് ഭയപ്പെടുത്തി കൊണ്ടുവന്നല്ല, ആരെയെങ്കിലും ഞെരുക്കുമെന്നോ ആരെയെങ്കിലും മുറുക്കുമെന്നോ ഭീഷണിപ്പെടുത്തിയോ കണ്ണുരുട്ടിയോ അല്ല. ഇവിടെ വന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ പാവപ്പെട്ട, മലബാർ ദേവസ്വം ബോർഡിലെ 10 മാസമായി ശമ്പളം കിട്ടാതെ പട്ടിണി കിടക്കുന്ന മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരല്ല, ഇവിടെ കേരള സർക്കാരിലെ വ്യത്യസ്ത വകുപ്പുകളിലെ ജോലിക്കാരല്ല, അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്ന ആളുകളല്ല. ഇവിടെ വന്നിരിക്കുന്നത് ഉള്ളിന്റെ ഉള്ളിൽ കത്തിക്കാളുന്ന അയ്യപ്പ ഭക്തിയുടെ ബാധാവാഗ്നി ആയാണ് ഇവിടെ ഈ ജനാവലി ജനതനി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് എന്ന് കണ്ണുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരവിടെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, ഞങ്ങൾ ശബരിമലയെ വികസിപ്പിക്കാൻ പോവുകയാണ് എന്ന്. ശബരിമലയെ വികസിപ്പിക്കാൻ പോവുകയാണെന്ന് ആരാണ് പ്രഖ്യാപനം നടത്തുന്നത്? അതിനുവേണ്ടി ഞങ്ങൾക്ക് 1000-ലധികം കോടി രൂപ വേണമെന്ന്. 1300 കോടിയുടെ ഒരു പ്രൊജക്ട് ഇതാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് പണം വേണം എന്ന് പറഞ്ഞ് നമ്മുടെ ദേവസ്വം മന്ത്രിയെല്ലാം വെയ് രാജ വെയ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഗമം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് പണമുള്ള ആളുകളെല്ലാം അവിടത്തേക്ക് വരണം. അങ്ങനെ വന്ന് ആ സംഗമത്തിൽ പങ്കെടുത്ത് ഓഫറിൽ ഒപ്പുവെച്ച് ഞങ്ങളുടെ ആവശ്യത്തിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന കോടിക്കനുസരിച്ച് ശബരിമലയിൽ നിങ്ങൾക്ക് പ്രത്യേക പരിഗണന ഉണ്ടാകുമെന്നും VIP പരിഗണന ഉണ്ടാകുമെന്നും കോടി കൂടുമ്പോൾ VIP പരിഗണനകൾ ഉണ്ടാകുമെന്നും എല്ലാം അങ്ങ് വാഗ്ദാനം അങ്ങ് നൽകുകയാണ്. നിങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് കാര്യമുണ്ടാവും, നിങ്ങൾക്ക് മുമ്പിൽ വന്ന് ദർശനം നടത്താം. ബാക്കി വരുന്ന ഈ പാവപ്പെട്ട കോരനും രാമനും കുഞ്ഞിരാമനും എല്ലാം
എവിടെയെങ്കിലും പോയി തുലയട്ടെ. പണക്കാർ വന്ന് അയ്യപ്പനെ മുമ്പിൽ വന്ന് പണം കൊടുത്ത് നേരിട്ട് ദർശനം നടത്താനുള്ള സൗകര്യമിതാ ഞങ്ങൾ ഒരുക്കുകയാണ്, വരുവിൻ, പണം സമർപ്പിക്കുവിൻ എന്നായിരുന്നു ആഹ്വാനം, എന്നായിരുന്നു ആ ആളുകൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം. അതിന്റെ അടിസ്ഥാനത്തിൽ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ തത്വമസി എന്ന ഏറ്റവും ഉദാത്തമായ ഛാന്തോക്യോപനിഷത്തിലെ ഏറ്റവും മനോഹരമായ, ഒരുപക്ഷെ ഭാരതത്തിലെ ആധ്യാത്മിക ചരിത്രത്തിലെ, ആധ്യാത്മിക പദാവലിയിലെ ഏറ്റവും മനോഹരമായ ഒരു വാക്കാണത്. 4 വേദങ്ങളിൽ 4 മഹാവാക്യങ്ങളുണ്ട്. ആ 4 മഹാവാക്യങ്ങളിലെ എല്ലാ മഹാവാക്യങ്ങളുടെയും അമ്പരാർത്ഥങ്ങളും അതിന്റെ പൊരുളും സമാനമാണ്. വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് അത് ഉപയോഗിച്ചത് എന്ന് മാത്രം. അതിലേറ്റവും സമ്മോഹനമായ ഒരാശയമാണ് തത്വമസി എന്ന്. ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും എള്ളിലെണ്ണ പോലെ വ്യാപരിച്ചു കിടക്കുന്ന സാക്ഷാൽ പരാശക്തിയുടെ ബ്രഹ്മശക്തി, ആ ബ്രഹ്മശക്തി എല്ലാവരിലും ഒരുപോലെയുണ്ടെന്നും എല്ലാവരിലും എല്ലാറ്റിലും ഉണ്ടുവെന്നും ഏകമേവാമദ്വിതീയ എന്ന് എല്ലാവരിലും ഈശ്വരാംശമുണ്ടെന്നും പ്രഖ്യാപിക്കുന്ന സനാതന ധർമ്മത്തിന്റെ സമ്മോഹനവും പ്രോജ്വലവുമായ പ്രഖ്യാപനമാണ് തത്വമസി. എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒരുപോലെയാണ് എന്നതാണത്. അദ്വൈതത്തിന്റെ സാക്ഷാത്കാരമായ ഏറ്റവും മനോഹരമായ ഭാവാത്മകമായ ഒരു പ്രഖ്യാപനമാണ് തത്വമസി എന്ന മഹാവാക്യത്തിന്റെ പ്രഖ്യാപനം. ആ തത്വമസി എന്ന മഹാവാക്യത്തിന്റെ ആന്തരിക ചോദനയുടെ അന്തസത്തയെ സമ്പൂർണമായി കൂത്തിക്കീറി വലിച്ചെടുത്തുകൊണ്ടാണ് അയ്യപ്പന്റെ തിരുസന്നിധിയിൽ അവിടെ വ്യത്യസ്തമായ രീതിയിലുള്ള തട്ടുകളിലൂടെ ഭക്തരെ വേർതിരിക്കാൻ, അവിടെ ഭക്തജനങ്ങൾക്ക് വെവ്വേറെ ക്യൂ അല്ലെങ്കിൽ അവർക്ക് ഭക്തന്റെ മുമ്പിൽ വെവ്വേറെ പരിഗണന നൽകാനുള്ള ഒരു ദുഷിച്ച തീരുമാനം എടുക്കുന്നതും, ഇതുപോലുള്ള ഈ ഒരു സംഗമത്തിലൂടെ അതിനുവേണ്ടി ധനസമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നതും. വികസനത്തിന് ആരും എതിരല്ല. നമ്മുടെ നാട്ടിൽ വികസനം വേണം. പക്ഷെ ആരാണ് വികസനത്തെ കുറിച്ച് പറയുന്നത്? ഇത് പറയുമ്പോൾ തന്നെ പൊട്ടി വരികയാണ് ചില സംഭവങ്ങൾ. ഇവിടെ നിന്ന് സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടുപോകുന്ന, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഭക്തന്മാർ സമർപ്പിച്ച ഇത്തരം കാര്യങ്ങളെല്ലാം കടത്തിക്കൊണ്ടുപോവുകയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ആദരണീയരായ നമ്മുടെ നേതാക്കന്മാർ, ശ്രീ അണ്ണാമലൈ, ശ്രീ തേജസ്വി സൂര്യ, ഭാവി ഭാരതം കാത്തു നിൽക്കുന്ന ദക്ഷിണേന്ത്യയിലെ 2 ചക്രവാള സീമയിൽ ഉദിച്ചുയർന്ന 2 ധ്രുവ നക്ഷത്രങ്ങൾ ഒരുപോലെ ഒരേ സമയം ഇതാ ഈ വേദിയിൽ വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരെയും വലിച്ചടുപ്പിച്ചിരിക്കുന്നത് അയ്യപ്പ വിശ്വാസമാണ്, അയ്യപ്പനിലുള്ള വിശ്വാസമാണ്. ഈ വിശിഷ്ടാതിഥികൾ ഇവിടെ വന്നിരിക്കുന്നതും അയ്യപ്പന്റെ കീർത്തിയും യശസ്സും അയ്യപ്പനുള്ള വിശ്വാസവും കൊണ്ടാണ്. ഭക്തന്മാരായി തന്നെയാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ദേവസ്വം ഭരിക്കുന്ന ആളുകൾ അവർ നടത്തുന്ന തെറ്റായ സമീപനങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. നിരവധി ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ തീവെട്ടിക്കൊള്ള നടക്കുന്ന, പിടിച്ചുപറി നടത്തുന്ന, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭക്തന്മാർ സമർപ്പിച്ചിരുന്ന തുക കട്ടുകൊണ്ടുപോകുന്ന, കോടതി കയ്യോടെ പിടികൂടിയിട്ടും ഉളുപ്പില്ലാതെ ഇപ്പോഴും കോടതിയെയും കുറ്റം പറഞ്ഞുകൊണ്ട് മേലെ നോക്കിയാൽ ഭയമാണ് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ഒരു തീരുമാനവും എടുക്കാൻ വിടുന്നില്ലെന്നാണ്. എന്തുകൊണ്ടാണ് കോടതി ഇടപെടുന്നത്? കോടതി ഇടപെടുന്നത് ഈ അയ്യപ്പന്റെ സമ്പത്ത് മുഴുവനും കട്ടുകൊണ്ടുപോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഈ കോടികൾ വാരിക്കൊണ്ടുപോകാൻ വേണ്ടി ഈ സംഗമം നടത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് ശബരിമലയുടെ കാനന വിശുദ്ധി ഇല്ലാതാക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഭക്തജനങ്ങൾ ആകെ പ്രതിഷേധിച്ചത്. അതുകൊണ്ടാണ് അയ്യപ്പ വിശ്വാസമുള്ള ഓരൊറ്റ മനുഷ്യൻ പോലും പമ്പാ നദിക്കരയിൽ നടന്ന ആ ഒരു ആഗോള സംഗമത്തിൽ പോകാതിരുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട്
അങ്ങനെ അവരുടെ ചെയ്തികളെല്ലാം അയ്യപ്പൻ പുറത്തറിയിച്ചു. അവസാനം നാണം കെട്ട് ചുരുണ്ടുകൂടിയിട്ടിപ്പോ അതൊക്കെ യുടെ വികൃതിയാണ് എന്ന് പറയേണ്ട ഗതികേട് അവർക്കെല്ലാം ഉണ്ടാക്കി തരുന്ന സാക്ഷാൽ അയ്യപ്പനോടുള്ള സന്തോഷവും പ്രാർത്ഥനയും ഇവിടെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.